വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഇഷ്ടം തുറന്നറിയാത്തവർ ഇയാളാണോ? അതെ. കണ്ടിട്ട് നല്ല ഊടായ്പ സ്മെല്ലാണല്ലോ. അങ്ങനെ ഒന്നുമില്ല, നിനക്ക് തോന്നാ. പിന്നെ നാടിന്റെ എല്ലാ മൂലയ്ക്ക് ഓരോ ബോർഡും കൊണ്ടുവച്ച് ഇവരെ ആൾക്കാരെ ഒന്നിപ്പിക്കാൻ നടക്കുമെന്നാണോ നീ പറയണേ? എടി, ഇയാൾ നമ്മളെ ഫ്രണ്ടിന്റെ കൂട്ടത്തിലൊക്കെ കാണുന്നേ. എടി, ഇവന്മാരുടെ ഒന്നും ആവശ്യമില്ല, നമ്മൾ തന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ സെറ്റ് ആവുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ട്രൈ ചെയ്യാൻ ചാൻസ് തന്നിട്ട് എന്താ സംഭവിച്ചെന്ന് നമ്മൾക്ക് അറിയാലോ. എവിടെ നിന്റെ വരും? നമ്മളിപ്പോ വന്നിട്ടില്ലേ ഉള്ളൂ. നിനക്ക് ടെൻഷൻ ഉണ്ടാ? നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നേ? അത് പിന്നെ ഹൈപ്പർ ആക്റ്റീവ്. ശരി. അവൻ മാഡം മെനു ഓർഡർ ആവുമ്പോ പറയാം. തമ്പൊക്കോ പറ. ഡോ പറഞ്ഞോ മാഡം. തനിക്ക് ഇവിടെ അറിയോ? അറിയാം. എങ്ങനെ അറിയാം? കോഫി കുടിക്കാൻ വരുമ്പോ കണ്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോ എന്തിനാ വന്നേക്കണേന്ന് അറിയോ? കോഫി ഷോപ്പല്ലേ മാഡം, എന്തെങ്കിലും കഴിക്കാനായിരിക്കില്ലേ അല്ലേ? ഇവക്കേ നിന്നെ കല്യാണം കഴിക്കണം. കിടന്ന് ഇളിക്കല്ലേ നീ. ഇയാൾക്കെന്താ മറുപടി പറയാൻ എത്ര മടി? ചോദിച്ചിട്ട് സമാധാനം പറയണോ? നമുക്ക് പിന്നെ സംസാരിക്കാം, ആൾക്കാർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആവില്ലേ? അതിനോട് ആരുമില്ലല്ലോ. കേക്കണത് കേക്കട്ടോ. താമറ സമാധാനം പറയട്ടേന്ന്. ചോദിച്ചതിന് സമാധാനം പറയട്ടേന്ന്. ഇവക്ക് എന്തായാലും കുഴപ്പം? ഇവിടെ നല്ല സുന്ദരിയല്ലേ? നിനക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാലോ? ഇവക്ക് എന്തായാലും കുഴപ്പം? ആരാന്ന് എന്റെ വിചാരം. സോറി. ഹാപ്പി ടു സീ യു മാം. ഞങ്ങളുടെ പുതിയ ബ്രാഞ്ച് പള്ളിക്കര തുടങ്ങുന്നുണ്ട്. അതിന് അല്ല, അതുവഴി പോകുമ്പോൾ അവിടെ ഒന്ന് കയറി കഴിഞ്ഞാൽ അവിടെ കുഴിമന്തി ഭയങ്കര ഫേമസാ. അവൻ ചോദിച്ചു കുഴിമന്തി കൊടെ കുഴിമന്തി കൂടോ? എവിടെ നോക്കിയാലും കുഴിമന്തി. തന്നെ ബിരിയാണി കേട്ടിട്ടുണ്ടോ? നീ വന്നേ. നിക്ക്, ഞാൻ പറഞ്ഞു തീർന്നില്ലെന്ന്. അത് പിന്നെ അന്നൊരു അബദ്ധം പറ്റിയതാ. ആ അബദ്ധം ഇനി പറ്റാതിരിക്കാനാ. എന്നേക്കാ വലിയ അബദ്ധായിരിക്കും ഇവന്മാര്. ചെന്ന് കേറിക്കൊടു. ഞാനൊന്നുമില്ല, ഞാൻ പോവാണ്. നീ വന്നുണ്ടോ? ഏയ് ഈ തെണ്ടിതൊരു എനിറ്റില്ലേ എന്നാറിയുന്ന ഞാൻ ഇപ്പം ഉറങ്ങാൻ വരും. ശരിയാക്കി തരാളോ അതിനെ. എടാ തെണ്ടിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ നട്ടു ചേർന്ന് തുടങ്ങിയ ഗതി പിടിക്കൂലെന്ന്. എടാ പോയി അരി കഴിവടാ. പിന്നെ ബെൻസാണല്ലോ. എടാ അരി കഴിവാൻ. അരി കഴുകുക. എടാ ഇന്നലെ ഞാനോടെ കഞ്ഞി വെച്ചു ഇവിടെ. ആണല്ലോ, എന്നാ ഇന്നും നീ തന്നെ വെക്കണം. സത്യത്തിൽ ഞാൻ ആരാ? നിങ്ങളെ കുക്കാണോ അതോ ഇവിടുത്തെ അസിസ്റ്റന്റാണോ? എടാ നല്ല ചാള വറുത്ത് വെച്ചിട്ടുണ്ടെന്ന്. എന്നാ ഞാൻ ചോറ് വെക്കാം. ചോറ് വെച്ച് ഞാൻ കറി അരി വയ്ക്കും. കഞ്ഞി വെച്ചാ മതി. ശരി കഞ്ഞി. ദേ കുടിച്ചിട്ട് അടുക്കള കറി കേട്ടോ. ഇങ്ങോട്ട് വാ. ഇതന്നെയായിരിക്കുമല്ലോ വീട്. ആരകറിയാ? പോയി നോക്കാം. ബാ. തുളസിത്തറയൊക്കെ ഉണ്ടല്ലോ. ഊടായിപ്പാണെങ്കിലും ഭക്തി ഉണ്ടാവും. കോളിമിലൊന്ന് അടിച്ചു നോക്കാല്ലേ? നോക്ക്. വർക്ക് ചെയ്യുന്നില്ലല്ലോ, അതാ പറഞ്ഞേ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഹലോ, ആരുമില്ല ഇവിടെ? ഇവിടെ ആരുമില്ല. അങ്ങനെയാണ് കുഴപ്പമില്ല.
എടി പോത്തെ നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഇവന്മാർ കൂടായിപ്പന്ന് വായിച്ചു നോക്ക്. അല്ലെങ്കിൽ നേരിട്ട് ഒന്ന് രണ്ടുപേരും ഒരുമിപ്പിക്കാനുള്ള കഴിവൊന്നും ഉമാർക്കില്ല. ആ മനസ്സിലായല്ലോ, ബാബുവാ. Yes, come in. ദേ അവര് ആ, നിങ്ങളാണോ അത്? ഞങ്ങളായിരിക്കും. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ കേസ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. Please. വന്നേ. ഒരു സെക്കൻഡ്. അത് ഞാനല്ലേ പറയണത്. ഞാനല്ലേ മൊലാടി, ദ ബോസ്, ദ ഓണർ. എന്താ സംഭവം? ആഹാ, അപ്പൊ ഇയാൾക്കത് ഓർമ്മയുണ്ട്. എവിടെ എന്റെ സാലറി, ഇൻസെന്റീവ്, ബോണസ്, ഗ്രാവിറ്റി? എവിടെ എന്റെ ഉത്സവത്തോ, എന്റെ പെൻഷൻ എവിടെ? നീ പറഞ്ഞ പക്ഷെ ഇപ്പൊ കാശിന്റെ കാര്യം ഇപ്പൊ എന്ത് ചെയ്യും? എക്സ്ക്യൂസ് മീ, യു ഹാവ് എ മെസ്സേജ്. വേണ്ടിയിരുന്നോ? തന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാശ് കൊടുത്തേക്കുമ്പോൾ വീഴും. എന്താ നിങ്ങളുടെ പ്ലാൻ? അത് പറയുന്നില്ല, അത് കണ്ടാ മതി. പോലൊരു ജീവിതം എന്തൊരു പാടിത വെച്ചടി വെച്ചടി മൊത്തം കൊണ്ടുവരവാ. കള്ളന് വെക്കണ കഞ്ഞിയിലൊരു പാത്ത കണക്ക് തുടങ്ങി നടക്കണ അപ്പടി അപ്പടി അക്കിടി സംഭവമാ. നില കിട്ടാൻ ചുഴിയാണേ, പണി കിട്ടാൻ കൂട്ടാക്കല്ലേ, പിടിവിട്ടാൽ കൊക്കയിലാണേ, പണിപാളല്ലേ. പിടികിട്ടും വള്ളികളെല്ലാം പുലിപാലായി മാറുകയാണ്, ഇനി വീഴാൻ ഒരു ഗണിയല്ലേ, തകതരികിട തരികിട പോയി. തീ തേടിപ്പാഞ്ഞേ മൊത്തത്തിൽ വെണ്ടേ, കൊല്ലാപ്പിൽ പെട്ടേ കയ്യെത്തും ദൂരെ സൗഭാഗ്യം മുന്നേ, അത് കയ്യിൽ തട്ടിപ്പല വഴി തരികയായി. ചക്കിന് വെച്ചൊരു കൊക്കിന് കൊണ്ടതുപോലൊരു ജീവിതം എന്തൊരു പാടിത് വെച്ചടി വെച്ചടി മൊത്തം കൊണ്ടരവാ. കള്ളന് വെക്കണ കഞ്ഞി വീണൊരു പാറ്റ കണക്ക് തുടങ്ങി നടക്കണ അപ്പടി അപ്പടി അക്കിടി സംഭവമാ. തങ്കമിരിക്കണ മേശയ്ക്ക് കാവലിരിക്കും കള്ളന്റെ കീശയിലെ താക്കോലിൽ സ്വപ്നം നൂറാണ്. ചൂടുപുകഞ്ഞൊരു വെള്ളത്തിൽ ചാടിയ പൂച്ചകൾ ജന്മത്തിൽ പച്ചോളം കണ്ടാലും വായും പുലിയാവും. അടവെല്ലാം നാം മാറ്റിടാം, കടകങ്ങൾ നാം മാറിടാം, പുതു സ്വപ്നം തേടിപ്പോകാം, വഴിപാടിടാതെ കാക്കാം, വഴി വെട്ടിക്കൂട്ടിട്ടോടി സ്കൂട്ടായി തക 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 തക. ചക്കിന് വെച്ചൊരു കൊക്കിന് കൊണ്ടതുപോലൊരു ജീവിതം എന്തൊരു പാടിത് വെച്ചടി വെച്ചടി മൊത്തം കൊണ്ടുവരവാ. കള്ളന് വെക്കണ കഞ്ഞി വീണൊരു പാത്ത കണക്ക് തുടങ്ങി നടക്കണ അപ്പടി അപ്പടി അക്കിടി സംഭവമാ. നില കിട്ടാൻ ചുഴിയാണേ, പണി കിട്ടാൻ കൂട്ടാക്കല്ലേ, പിടിവിട്ടാൽ കൊക്കയിലാണേ, പണിപാളല്ലേ. പിടികിട്ടും വള്ളികളെല്ലാം പുലിപാലായി മാറുകയാണ്, ഇനി വീഴാൻ ഒരു കണിയല്ലേ, തകതരികിട തരികിട പോയി. തീ തേടിപ്പാഞ്ഞേ മൊത്തത്തിൽ വെണ്ടേ, കൊല്ലാപ്പിൽ പെട്ടേ കയ്യെത്തും ദൂരെ സൗഭാഗ്യം മുന്നേ, അത് കയ്യിൽ തട്ടിപ്പല വഴി തരികയായി.
നിനക്കെന്തെങ്കിലും മനസ്സിലായോ? ഇവൻ നല്ല അടിയാട്ടോ അവൻ. എടോ എനിക്ക് തോന്നുന്നതേ നിനക്കതിനെ പലതും തോന്നും. അതല്ല ഇത് മുമ്പത്തെ പോലെയല്ല. ഇവൻ സ്ലീപ്പർ സെല്ലാണോ നിങ്ങൾക്ക് സംശയമുണ്ട്? സ്ലീപ്പേഴ്സ് അല്ല, ഏത് നമ്മുടെ തുപ്പാക്കിയിലൊക്കെ പോലെ. കണ്ട അവർ മൊട്ടയടിക്കാൻ ട്രെയിനിങ് വരെ കൊടുക്കുന്നുണ്ട്. എനിക്കത് ആദ്യമേ തോന്നി. അല്ല, അതൊക്കെ നിനക്ക് മനസ്സിലായി. അതിന് കുറച്ച് ബുദ്ധി മതി. അവൻ്റെ കയ്യിലെ സ്മാർട്ട് വാച്ച് ഉണ്ടാ, അതിൽ നിന്ന് ഇവൻ ആരൊക്കെയോ വിളിക്കുന്നു. പിന്നെ അതേ ചാട്ട കമ്പനി അല്ലോടോ അല്ല, എൻ്റെ കുഞ്ഞമ്മടെ സെയിം സാധനം. ചാത്രമൊന്നുമല്ല, നല്ല സാധനം. ചേട്ടാ സ്ലീപ്പർ സെല്ല നോക്കിയേ, അവൻ ആരൊക്കെ വിളിക്കുന്ന സ്മാർട്ട് വാച്ച്. സ്ലീപ്പർ സെല്ലാണെങ്കിലേ ഇവിടെ എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടാൻ സാധ്യത. എനിക്ക് തോന്നുന്നതാ ഞാൻ പറയാം. അപ്പൊ എനിക്ക് തോന്നണ്ടേ? തോന്നിയത് എനിക്ക് തോന്നുന്നതേ കടയിലോട്ട് നോക്കിയേ, എനിക്കൊന്ന് അവിടെ ബോംബ് വെച്ച് കേട്ടോ. അങ്ങനെയാ നമ്മൾ തീർന്നിട്ടാ, നമ്മുടെ കത്ത് തീർന്ന്. പിന്നെ പ്രേമത്തിനും വേറെ സ്ലീപ്പർ സെല്ല്. അവൻ സ്ലീപ്പർ സെല്ലാന്ന് ചുമ്മാ പറയുന്നത്. അവൻ ഏജന്റ് എക്സ് എന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഇവന് എക്സ് ഉള്ളൂ, വെറുതെ എല്ലാ പട്ടിപ്പണി എടുക്കണം. ഇവന് എക്സോ? ഹേ പുത്തർ, മേരാ നാം ചക്കർ. അതന്നെ. ഏജന്റ് എക്സ് അത് ഇയാളാണ്. അയ്യോ ആരോടും പറയല്ലേ പ്ലീസ്. അയ്യോ രാജ്യസുരക്ഷ അവൻ്റെ കയ്യിലാ. ആലോചിക്കാം, ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്നാ ചേട്ടാ ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ? ഞാൻ പറയണം. വെയിറ്റ്. ചേട്ടാ എനിക്കതല്ല, ഈ ഏജന്റ് വീട്ടിൽ ചക്കൂന്നാണെങ്കിൽ ഏജന്റ് ചക്കൂന്നാവോ? നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ പേടിച്ചിട്ടൊന്നുമല്ല. രണ്ട് ഉണ്ടയുടെ കേസേ ഉള്ളൂ. എനിക്ക് അവളെ ഇഷ്ടം, ഞാൻ അവളെ കണ്ടോളാം. എന്തിനാ അവിടെ പറയണേ? എന്നോട് പറഞ്ഞ പറയാ. മതി മതി, രണ്ടുപേരുടെയും പേരും ആധാർ നമ്പർ വാങ്ങി വിട്ടേക്ക്. കൊടുത്തിട്ട് പൊക്കണം. കണ്ടതി സന്തോഷം. പേര് പറടാ. പ്രേമിതൻ. പാർത്ഥൻ. ആധാർ നമ്പർ. ആധാർ നമ്പർ ഇല്ല. ഫോൺ നമ്പർ പറ. 80 9 80 9 80. അഡ്രസ് പറടാ. പ്രേമിതൻ, തടമ്പാട്ട് താഴെ, വെമ്പിളി PO, എറണാകുളം ജില്ല, കേരളം 670331. ഐ ആം സോറി കേട്ടോ, ഞാൻ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. താങ്ക്സ്. ശരി, കാണാട്ടോ. വാട്സ്ആപ്പ് നമ്പർ എന്തെങ്കിലും കാണാം. കാണുന്ന പോലെ നല്ല ആൾക്കാരല്ലേടി. ആദ്യമായിട്ടാ പെമ്പിള്ളയുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ഡയറി മിൽക്ക് കിട്ടുന്നത്. അതെ, ഇനി 2 കേസ് ഞാൻ 100 തയ്ക്കാം. നോക്കിക്കോ, 100ാമത്തെ ഒരു കിടിലൻ കേസായിരിക്കും. പക്ഷെ എന്റെ മനസ്സെന്താ പറയുന്ന അറിയോ? നിന്റെ മനസ്സങ്ങനെ പല കൂടത്തിലല്ല. പിന്നെ 100ാമത്തെ കേസിനേക്കാൾ സൂപ്പറായിരിക്കും 99ാമത്തെ കേസ്. അതെന്താ? എന്തെങ്കിലും മോശം സംഭവിക്കാൻ വരുമ്പോഴേ എനിക്കൊരു പല്ലുവിനെ വരാറുണ്ട്. ഇപ്പൊ ഒന്ന് അത് ഈ സിൽക്കണ്ണായി കുത്തി കയറിയിട്ടായിരിക്കും. പല്ലിയേക്കണോടാ. ഇത് വർക്ക് ചെയ്യില്ലായിരുന്നല്ലോ. അതെ, എന്തോ നല്ല നടക്കാൻ മുമ്പും ഇത് മിണ്ടും. ചിലപ്പോൾ ശരിയായിരിക്കും. അതിൽ ആരായിരിക്കും? ആ കൊച്ച്
എന്നോട് സംസാരിക്കാൻ വന്നാരി നോക്കിട്ട് ഒരു പടം വാട്സപ്പ് നമ്പർ അത് തന്നെയാണ് കുട്ടി.